ഹായ് ഗൈസ്, അഖിലാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല, സലാഡാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ലോണാവാല ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് ഒരു 1 ഡേ ട്രിപ്പാണ്. കാരണം ഇവിടുന്ന് ഞങ്ങൾ ഒരു 2 മണിക്കൂറെങ്കിലും ഉണ്ട് അങ്ങോട്ട്. 2 മണിക്കൂറിൽ മേലെ ഉണ്ട്, 70 കിലോമീറ്ററാണ്. അപ്പോൾ പൂനെയിൽ ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷം. അപ്പോൾ ഇതുവരെ ഒരു നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസിൽ പോയില്ല. അപ്പോൾ പൂനെയിലൊരു ഫേമസ് ആയ ടൂറിസ്റ്റ് പ്ലേസാണ് ലോണാവാല. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 ആളും കൂടെ പോകാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളെ വകയാണ് ഉച്ചത്തേക്ക് സലാഡും നെയ്ച്ചോറും ഞങ്ങളെ വകയാണ്. ബാക്കി നവനീത് സാറിൻ്റെ വകയാണ് ചിക്കൻ കറിയും. അപ്പോൾ ചിക്കൻ കറി അവരെടുത്തിട്ടുണ്ട്, നെയ്ച്ചോറും ഇതും ഞങ്ങളെ വകയാണ്. അപ്പോൾ അതാ പേരക്ക ഉണ്ട്, ഇതിൻ്റെ പേരക്ക ഉപ്പും മുളകും കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ ഇതൊരു 1.5 ട്രിപ്പായിരുന്നു. കാരണം അടിപൊളി അറ്റ്മോസ്ഫിയറും കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. പൂനെയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലോണാവാല എന്തായാലും പോകണം എന്നാണ് പറയുന്നത്. കാരണം അടിപൊളി സ്ഥലമായിരുന്നു. ഒരു 1.5 ട്രിപ്പായിരുന്നു ഞങ്ങളത്. അപ്പോൾ നല്ല അടിപൊളി മഴയുണ്ടായിരുന്നു. മഴയത്തുള്ള ട്രാവൽ ഒരു വേറെ വൈബ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു 1.5 ലോണാവാല ട്രിപ്പാണിത്. ഇത് ഞങ്ങൾ ഇവിടെ വഴിയിൽ വെച്ച് നല്ലൊരു കട കണ്ടപ്പോൾ നിർത്തിയാണ്. അവിടെ എല്ലാവിധ സ്വീറ്റ്സും ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ പോയതാണ്. ഇനി എന്തൊക്കെ വാങ്ങുമോ ഏതൊക്കെ വാങ്ങുന്ന ആർക്കറിയാം. സ്വീറ്റ്സിൻ്റെ മെയിൻ ആളാണ് അവിടെ. ഞങ്ങളിവിടെ ലോണാവാല എത്തി. ഇവിടെ മൊത്തം നല്ല ബ്ലോക്കാണ്. എന്താ നിങ്ങൾക്ക് തന്നെ കാണാം, ഫുള്ള് കാറുകൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ലോണാവാല. അടിപൊളി സ്ഥലമാണ്. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ് ഇവിടെ. ഇതിൻ്റെ മേലേക്ക് പോയാൽ പിന്നെയും നമുക്ക് മുന്നോട്ടുള്ള വഴി പോലും കാണില്ല. ഇവിടെ തന്നെ കണ്ടില്ല, ഇതാ ഈ കുന്നിൻ്റെ മുകളിലൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയില്ല, ഒന്നും കൂടെ ഞങ്ങൾ ടോപ്പിലേക്ക് പോവുകയാണ്. ടോപ്പിൽ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏറ്റവും മേലെ ഇവിടെ കണ്ടില്ല, ഫുള്ള് കോടയും ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. മഴയും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഈ ട്രിപ്പിൻ്റെ ഒരു അത്രയും ഭംഗി തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും.